ഹരേ കൃഷ്ണ. സർവം കൃഷ്ണമയം ജഗത് എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് നമ്മുടെ മനസ്സിനെ എങ്ങനെ നിയന്ത്രിക്കാം. അതായത് നമ്മൾ ധ്യാന സമയത്ത് അല്ലെങ്കിൽ പ്രാർത്ഥിക്കുന്ന സമയത്ത് നമുക്കറിയാം, നമ്മളിവിടെ നിന്ന് പ്രാർത്ഥിക്കുന്നുണ്ടായിരിക്കും, നമ്മൾക്ക് അറിയാവുന്ന പ്രാർത്ഥനകളൊക്കെ നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ടായിരിക്കും, നമുക്ക് കാണാപ്പാടമുള്ള പ്രാർത്ഥനയൊക്കെയാണ്, നമ്മളിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കും. പക്ഷെ നമ്മൾ പെട്ടെന്ന് ശ്രദ്ധിച്ചറിയാം, ആ സമയത്ത് നമ്മുടെ മനസ്സ് എവിടേക്കോ പോയിട്ട് തിരിച്ചു വരികയാണ്. നമ്മൾ എവിടേക്കോ ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ മനസ്സിന് ഒരു നിയന്ത്രണവും ഇല്ല. അതിങ്ങനെ പോയിക്കൊണ്ട് അവിടെ പോയി ഇവിടെ പോയി ഇന്ന സ്ഥലത്ത് പോയി അങ്ങനെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നോട് വർത്താനം പറയുന്നു, അവരെ കാണുന്നു, ഇവിടെ കാണുന്നു, ഒരു നിയന്ത്രണവും ഇല്ലാതെ ഇങ്ങനെ പാറി പറന്ന് നടന്നിട്ട് നമ്മൾ ആ മനസ്സിനെ കുറിച്ച് ചിന്തിക്കുന്നുണ്ട് എന്ന് വിചാരിച്ചപ്പോൾ പെട്ടെന്ന് തിരിച്ചു വന്നു. അപ്പം നമ്മൾ ആ മനസ്സിനെ കുറിച്ച് ചിന്തിക്കാത്ത സമയത്ത് അതെവിടേക്കോ നടക്കുകയാണ്. അപ്പോൾ നമ്മുടെ വാ മാത്രമേ പ്രവർത്തിക്കുന്നുള്ളൂ പ്രാർത്ഥിക്കുമ്പോൾ. പക്ഷെ നമ്മുടെ അന്തരംഗത്തിൽ ആ മനസ്സെങ്ങോ പോയി. പക്ഷെ അങ്ങനെ പ്രാർത്ഥിച്ചത് കൊണ്ട് യാതൊരു പ്രയോജനവും നമ്മുടെ ജീവിതത്തിലില്ല. നമ്മുടെ മനസ്സ് നിയന്ത്രണ വിധേയമാക്കി ഭഗവാനെ പ്രാർത്ഥിച്ചാൽ മാത്രമേ നമുക്ക് നമ്മുടെ ആ ഭക്തിയും നമ്മുടെ പ്രാർത്ഥനയും കൊണ്ട് ഉപകാരമുള്ളൂ. അല്ലെങ്കിൽ ചുമ്മാ പ്രാർത്ഥിക്കുക, അല്ലെങ്കിൽ ചുമ്മാ എവിടെയെങ്കിലും പോകുന്നു, അമ്പലത്തിൽ പോകുന്നു, അങ്ങനെയൊക്കെ പോയത് കൊണ്ട് യാതൊരു പ്രയോജനമില്ല. മനസ്സിനെ നമുക്ക് നിയന്ത്രിക്കാൻ പഠിക്കാം. അപ്പോൾ ഇങ്ങനെ നിയന്ത്രിക്കും എന്ന് വിചാരിച്ച് ഞാനും ഇങ്ങനെയൊക്കെ തന്നെയാണ്, ഇങ്ങനെ പോവും മനസ്സ്. അപ്പോൾ ഇങ്ങനെ നിയന്ത്രിക്കാൻ പഠിക്കുമെന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് ഭഗവാൻ നമ്മുടെ സുസ്മിതാജിയുടെ ഭാഗവതം കേൾക്കാൻ തുടങ്ങിയപ്പോൾ എനിക്ക് അതിലൂടെ ശുഗം ബ്രഹ്മർഷി നമ്മുടെ പരീക്ഷത്തിന് ഉപദേശിച്ചു കൊടുക്കുന്നത് നമ്മൾ കേട്ടത്. അതായത് നമ്മൾ ഭഗവാനെ രൂപത്തിന് നമ്മൾ മിക്കവരും നമ്മൾ അങ്ങനെ കോൺസെൻട്രേറ്റ് ചെയ്ത് നോക്കാറോ ഒന്നുമില്ല. നമ്മൾ ആദ്യം നമ്മുടെ കയ്യിൽ ഒരു ഭഗവാന്റെ രൂപം കൃത്യമായിട്ട് നമ്മുടെ കയ്യിൽ വേണം. എപ്പോഴും നമുക്ക് നോക്കാൻ പറ്റുന്ന രൂപത്തിൽ നമുക്ക് ഇഷ്ടപ്പെട്ട ഇഷ്ടദേവന് ഭഗവാന്റെ ആ രൂപം നമ്മൾ കൊണ്ട് നടക്കണം. അപ്പോൾ നമ്മൾ എല്ലാ ദിവസവും ആ ഭഗവാന്റെ രൂപത്തിൽ ഇങ്ങനെ നോക്കി നിൽക്കണം. ഭഗവാന്റെ ഓരോരോ പാദം തൊട്ടുള്ള ദർശനം നമ്മൾ സൂക്ഷ്മമായിട്ട് നിരീക്ഷിക്കണം. ഭഗവാന്റെ കാലം എങ്ങനെയാണ്, ഭഗവാന്റെ വസ്ത്രങ്ങൾ എങ്ങനെയാണ്, ഭഗവാന്റെ കൈ എങ്ങനെയാണ്, ഭഗവാന്റെ ആ വക്ഷസ്, ആ ശ്രീവത്സം, ആ ഭഗവാന്റെ കൗസ്തുഭമാല, ഭഗവാന്റെ ആ കനകാഞ്ചിതമായിട്ടുള്ള വളകളും മാലകളും എല്ലാം നമ്മൾ ഇങ്ങനെ സൂക്ഷ്മമായിട്ട് ഇങ്ങനെ നിരീക്ഷിക്കണം. എന്നിട്ട് ഭഗവാന്റെ ആ സുന്ദരമായ ആ മുഖം, ആ ചിരി, ഭഗവാന്റെ ആ കാതുകൾ, ആ കുണ്ടലങ്ങൾ എല്ലാം നമ്മൾ ഭഗവാന്റെ ആ മുടി, ചുരുണ്ട മുടി, ഭഗവാന്റെ ആ കിരീടം എല്ലാം നമ്മുടെ മനസ്സിൽ ഇങ്ങനെ നമ്മളിങ്ങനെ ആ രൂപത്തിൽ ഇങ്ങനെ സൂക്ഷിച്ച് നോക്കി എല്ലാ ദിവസവും നമ്മൾ പ്രാക്ടീസ് ചെയ്യണം. അപ്പോൾ അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ വെറുതെ നടക്കുമ്പോഴും നമ്മൾ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴും മനസ്സെങ്ങനെ സഞ്ചരിച്ചുകൊണ്ടേയിരിക്കും. അങ്ങനെ നമുക്ക് ഭക്തർക്ക് അങ്ങനെ മനസ്സിനെ അങ്ങനെ വെറുതെ സഞ്ചരിപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് ലക്ഷ്യം എങ്ങോട്ടാണ്? ഭഗവാന്റെ അടുത്ത് പോകുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾക്ക് വേറെ ഒന്നും ചിന്തിക്കാതെ നമ്മൾ ഭഗവാനെ കുറിച്ച് മാത്രം ചിന്തിക്കാൻ ശ്രമിക്കുക. ഭഗവാന്റെ നമ്മൾ എല്ലാ ദിവസവും കണ്ടുകൊണ്ടിരുന്ന രൂപം നമ്മുടെ മനസ്സിനെ പഠിപ്പിക്കുക. നമ്മുടെ മനസ്സിലോട്ട് ആ രൂപത്തിനെ പതുക്കെ പതുക്കെ നമ്മളിങ്ങനെ കാണാൻ ശ്രമിക്കുക. കണ്ണടച്ച് നിൽക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ആ ഭഗവാന്റെ രൂപം തെളിഞ്ഞു വരുന്നുണ്ടോ എന്ന് നമ്മൾ ശ്രദ്ധിക്കുക. അതെല്ലാ ദിവസവും നമ്മൾ പ്രാക്ടീസ് ചെയ്യണം. നമ്മൾ ഭക്തർക്ക് പ്രാക്ടീസ് ചെയ്യാം. അപ്പോൾ അങ്ങനെ പ്രാക്ടീസ് ചെയ്ത് നോക്കുക, കിട്ടുന്നുണ്ടോ, ആ രൂപം കിട്ടുന്നുണ്ടോ എന്ന് നോക്കണം. ആദ്യമൊക്കെ ഞാനിത് ചെയ്യുമ്പോൾ എനിക്ക് കിട്ടുന്നേ ഇല്ലായിരുന്നു. കാരണം ഫുൾ ബ്ലാക്ക്, വേറെ ഒന്നും കാണാൻ പറ്റുന്നില്ലായിരുന്നു. പക്ഷെ ഞാനിത് ഇങ്ങനെ പതുക്കെ ഇങ്ങനെ ചെയ്യാൻ നോക്കി. ചെറുപ്പം തൊട്ടേ ഭഗവാന്റെ കാണുന്ന രൂപം, ആ ഫോട്ടോ ഞാൻ ഇങ്ങനെ കോൺസെൻട്രേറ്റ് ചെയ്ത് കണ്ട് വന്നപ്പോൾ പിന്നെ എനിക്ക് കണ്ണടച്ചാലും കണ്ണ് തുറന്നിരുന്നാലും എനിക്ക് ഭഗവാന്റെ ആ രൂപം അതേപോലെ എനിക്ക് കാണാൻ പറ്റുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. അങ്ങനെ നമ്മൾ ധ്യാന സമയത്താണ്, ഇത് ഭാഗവതത്തിൽ പറയുന്നതാണ്, നമ്മൾ ധ്യാനം ചെയ്യുമ്പോൾ ഭഗവാന്റെ ആ പാദം തൊട്ടാണ് നമ്മൾ ദർശിക്കേണ്ടത്. നമ്മളിങ്ങനെ ഭഗവാന്റെ ഓരോ മന്ത്രങ്ങളും നമ്മൾ ചൊല്ലുമ്പോൾ നമ്മുടെ മനസ്സിൽ ഭഗവാന്റെ ആ പാദം നമ്മൾ ദർശിക്കണം. അതിനുശേഷം പതുക്കെ നമ്മൾ മുകളിലോട്ട് പോകണം. ഭഗവാന്റെ നമ്മൾ ഉടയാടകൾ, ആ മഞ്ഞ പട്ടുടയാടകളൊക്കെ നമ്മളിങ്ങനെ കാണണം. അതിനുശേഷം ഭഗവാന്റെ പൊന്നരഞ്ഞാണം കാണണം. അതിനുശേഷം ഭഗവാന്റെ വത്സമടങ്ങുന്ന ആ മാറിടവും നമ്മുടെ കൗസ്തുഭമാല, വനമാല, ആ മാലകളൊക്കെ നമ്മൾ കാണണം. അതിനുശേഷം ഭഗവാന്റെ കൈകൾ, സുന്ദരമായ കൈകളും വളകളും ഒക്കെ ദർശിക്കണം. അതിനുശേഷം ഭഗവാന്റെ ആ സുന്ദരമായ കണ്ണുകളും ആ പുഞ്ചിരിയും
ആ മൂക്കും ആ കാതുകളും ആ ആ കുണ്ടലങ്ങളും ഒക്കെ നമ്മൾ ദർശിക്കണം. ഭഗവാന്റെ തിരുമുടി ആ പാറി പറക്കുന്ന ആ മുടികളും ആ ചുരുണ്ട മുടികളും നമ്മൾ കാണണം. ആ കിരീടം കാണണം, ആ മയിൽപ്പീലി കാണണം. അങ്ങനെയൊക്കെ നമ്മൾ നമ്മുടെ മനസ്സിനെ നമ്മളിങ്ങനെ കാണാൻ പഠിപ്പിക്കാൻ തുടങ്ങി. അങ്ങനെ നമ്മൾ പ്രാർത്ഥിക്കുന്ന സമയത്ത് നമ്മളിങ്ങനെ ഭഗവാന്റെ രൂപത്തിൽ ഇങ്ങനെ വിചാരിച്ച് ഇങ്ങനെ നമ്മൾ പ്രാർത്ഥിക്കുകയാണെങ്കിൽ നമ്മുടെ മനസ്സ് പതുക്കെ പതുക്കെ ആ രൂപത്തിൽ അങ്ങ് ഇഷ്ടപ്പെട്ട് അവിടെ തന്നെ നിൽക്കാൻ നോക്കും. പിന്നെ ഇങ്ങനെ കറങ്ങി കിടക്കാൻ പോകാതെ നോക്കും. അങ്ങനെ നമുക്ക് നമ്മുടെ മനസ്സിലെ ധ്യാനത്തിലൂടെ നമുക്ക് മനസ്സിനെ നിയന്ത്രിക്കാൻ സാധിക്കും. അപ്പോൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ധ്യാനം പരിശീലിക്കണം. ആ ധ്യാനത്തിന് നമ്മൾ ഒരു സ്ഥലത്ത് ഇരുന്ന് ധ്യാനിക്കണം എന്ന് ഒന്നുമില്ല. നമ്മളിപ്പം ജോലി ചെയ്യുമ്പോഴായാലും നമുക്ക് ധ്യാനിക്കാൻ സാധിക്കും. നമ്മൾ സാധാരണ മനുഷ്യർക്ക് ഇന്ന് ഒരു സ്ഥലത്ത് ഒന്നും സമയമില്ല. എല്ലാവരും തിരക്കുള്ള സമയത്താണ് ജീവിക്കുന്നത്. ആ ജോലി ഈ ജോലി എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പലവിധ കാര്യങ്ങളിൽ തിരക്കാണ്. പക്ഷേ നമ്മളൊരു ഭക്തയാണെങ്കിൽ നമുക്ക് നമ്മുടെ ജോലിയിലൂടെയും നമുക്ക് ധ്യാനിക്കാം. നമ്മൾ ഇത്രയൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ മനസ്സിൽ ആ കാര്യങ്ങൾ ചെയ്യുന്നതിലൂടെ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ വാഗൊണ്ട് പ്രാർത്ഥിക്കുകയല്ലേ, ഒരു പ്രവൃത്തി ചെയ്യുകയാണ്. അതുപോലെ നമ്മൾ ജോലി ചെയ്യുമ്പോൾ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ എഴുതുന്നു, എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നു, ആ സമയത്ത് ഹൃദയത്തിൽ ഭഗവാനെ നമുക്ക് ഇതുപോലെ ധ്യാനിച്ച് നോക്കാം. അപ്പോൾ നമ്മുടെ ജോലിയിലൂടെ തന്നെ നമുക്ക് ഭഗവാനെ ധ്യാനിക്കാൻ നമുക്ക് സാധിക്കും. അങ്ങനെ നമ്മുടെ മനസ്സിനെ പതുക്കെ പതുക്കെ നമ്മുടെ നിയന്ത്രണത്തിൽ കൊണ്ടുവരാൻ ഭഗവാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യും. അങ്ങനെ ആ ഒരു ധ്യാനാവസ്ഥയിലൂടെ നമുക്ക് നമ്മുടെ മനസ്സിനെ കൺട്രോൾ ചെയ്യാനും നമ്മുടെ പ്രാർത്ഥന കൂടുതൽ സഫലമാക്കാനും സാധിക്കും. അപ്പോൾ നമ്മുടെ ഈ ഭക്തരെല്ലാം ഈ ഒരു മാർഗം അവലംബിക്കുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ ഭക്തിയെ കൂടുതൽ കൂടുതൽ ഭഗവാന്റെ അടുത്തോട്ട് അടുപ്പിക്കാൻ സാധിക്കും. അപ്പോൾ ഈ ഒരു പ്രാക്ടീസ് എല്ലാവരും ചെയ്ത് നോക്കണം. അങ്ങനെ ഭഗവത് രൂപം നമുക്ക് കാണാൻ സാധിക്കും. നമ്മുടെ പറന്നു കിടക്കുന്ന മനസ്സിനെ പിടിച്ചു കെട്ടി നമ്മുടെ എടുത്ത് കൊണ്ടുവന്ന് കിട്ടണം. അവൻ കള്ളനാണ്, ഓടി ഓടി നടക്കും, ഒരിക്കലും നമുക്ക് പിടുത്തം തരത്തില്ല. നമ്മുടെ അടുത്ത് നിന്ന് ഓടി ഏറ്റവും നമുക്ക് കൺട്രോൾ ചെയ്യാൻ പാടുള്ള നമുക്ക് ഒരു അവയവമാണെന്ന് പറയാൻ പറ്റത്തില്ല. നമുക്കറിയാം മനസ്സുണ്ട്, പക്ഷെ എവിടെയാണെന്നൊന്നും അറിയാൻ പറ്റത്തില്ല. അങ്ങനെ ഓടി നടക്കുന്ന മനസ്സിനെ നമുക്ക് പിടിച്ചു കെട്ടി നമ്മൾ എടുത്തുകൊണ്ട് വെക്കണം. എന്നാൽ മാത്രമേ നമ്മുടെ ഭക്തി പരിപൂർണമാകത്തുള്ളൂ. അപ്പോൾ ഞാൻ പ്രാക്ടീസ് ചെയ്യുകയാണ്, നിങ്ങളും പ്രാക്ടീസ് ചെയ്യണം. അപ്പോൾ എല്ലാവർക്കും ഇത് ചെയ്യാൻ സാധിക്കട്ടെ, എല്ലാ ഭക്തർക്കും ചെയ്യാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഹരേ കൃഷ്ണ.